ഞാൻ ഓക്കെയാണ്. വേറൊരു പ്രശ്നമൊന്നുമില്ല എനിക്ക്. പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങുന്ന ന്യൂസും കാര്യങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വരെ വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. എനിക്ക് കോപ്പ് പൊട്ടും കുരു. എടി നീയല്ല, നിന്റെ തന്ത വിചാരിച്ചാലും രേണുസുധര കുരു പൊട്ടാനില്ല. മനസ്സിലായോ? ഇതൊന്നും എന്നെ ബാധിക്കുന്ന കേസേ അല്ല. നീ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇടവേളയ്ക്ക് ശേഷം കിച്ചു വീണ്ടും ലൈവിൽ വന്ന് മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം അത്രയ്ക്കും ഗൗരവമേറിയ 2-3 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കിച്ചു ഇന്ന് ലൈവിൽ വന്നത് എന്നുള്ളത് തന്നെയാണ് സത്യം. മലയാളികൾ ഏറെ കാത്തിരുന്ന ഒരു വീഡിയോ ആണ്. കാരണം അവൻ്റെ ലൈഫ് സ്റ്റോറി അവൻ പങ്കുവെച്ചതിന് ശേഷം രേണുസുധിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തു. കാരണം രേണുസുധി അതിനുശേഷം പുറത്തു വന്ന് കാണിച്ച അഭിനയം മലയാളി സമൂഹം ഒന്നടങ്കം കണ്ടതാണ്. ഇന്നും രേണുസുധി പറയാണ്, എൻ്റെ രോമത്തിൽ പോലും തൊടാൻ വേണ്ടി സാധിക്കുകയില്ല എന്നും താൻ ആരൊപ്പരം ഫോട്ടോ ഇട്ടാൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്നൊക്കെ ഷെഫീന ബീവി അടക്കമുള്ള യൂട്യൂബറെ വെല്ലുവിളിച്ചുകൊണ്ട് രേണുസുധി വരുന്നതും തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ആദ്യമായിട്ട് കിച്ചുവിൻ്റെ ആ വീഡിയോയിലേക്ക് തന്നെ പോകാം. കിച്ചു പറയുകയാണ്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു. അത് എൻ്റെ ലൈഫ് സ്റ്റോറിയാണ്. തീർച്ചയായിട്ടും മലയാളി സമൂഹത്തിന് മൊത്തം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് കിച്ചു പറയുകയാണ്. അതിൽ തന്നെ എല്ലാം ഉണ്ട്. കാരണം അവൻ അനുഭവിച്ച യാതനകളും അതുപോലെ തന്നെ വിഷമങ്ങളും അത് ജനങ്ങൾ അറിയണം. തീർച്ചയായിട്ടും ഇതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അത് നിങ്ങൾ അറിയണം. കാരണം സുധിയെ സ്നേഹിക്കുന്ന മലയാളി സമൂഹം തീർച്ചയായിട്ടും സത്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് തന്നെയാണ് നമ്മുടെ കിച്ചു ഈ ഒരു വീഡിയോ ചെയ്തത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ രേണുസുധി പറഞ്ഞതുപോലെ ആരെങ്കിലും അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കൊടുത്തൊന്നും പറയിപ്പിച്ചതല്ല. അവൻ്റെ വേദനകൾ അവൻ നമ്മുടെ സുധിയുടെ ഫാൻസുമായിട്ട് അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന മലയാളികളുമായിട്ട് പങ്കുവെക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അത് തീർച്ചയായിട്ടും മലയാളികൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വ്യക്തമാക്കുന്നത്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അതിന് ശ്രമിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി എന്നാണ് ആദ്യമായിട്ട് കിച്ചു പറയുന്നത്. നമുക്ക് കിച്ചുവിൻ്റെ വാക്കിലേക്ക് പോകാം. സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഓക്കെയാണ്. വേറൊരു പ്രശ്നമൊന്നുമില്ല എനിക്ക്. ഞാൻ എൻ്റെ കുറച്ച് പണ്ടത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങുന്ന ന്യൂസും കാര്യങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് പറയുള്ളൂ, ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാവരും എനിക്ക് വന്ന് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. അപ്പോൾ കിച്ചു പറയുകയാണ്, തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ നൂറുകണക്കിന് ആൾക്കാർ കിച്ചുവിനെ ഫോണിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും വാട്സപ്പിലായാലും എല്ലാം മെസ്സേജ് അയച്ചുകൊണ്ടും അല്ലാതെയും എല്ലാം ബന്ധപ്പെട്ടു. എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഞാൻ സേഫാണ്, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ സന്തോഷവനായിട്ട് കൊല്ലത്തുള്ള വീട്ടിൽ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് മലയാളികളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ലൈവിൽ വന്നത് എന്നുള്ളതാണ് സത്യം. പക്ഷേ ആ ഒരു ലൈവ് രണ്ടാമത് നമ്മുടെ സുധിയുടെ മകനായ കിച്ചു പറഞ്ഞ കാര്യം മലയാളികളെ മൊത്തം ആശ്ചര്യത്തിലാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം എന്നെ ഒരു പെണ്ണ് കേസിൽ വരെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കിച്ചു നമ്മോട് വന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ ആരൊക്കെ ആയിരിക്കുമെന്ന് തീർച്ചയായിട്ടും അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം അതിനുള്ള പരിപാടികൾ അണിയറയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പല രംഗങ്ങളിൽ പല വീഡിയോകളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. കിച്ചുവിനെതിരെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ പൊതുസമൂഹത്തിൽ നാറുമെന്നുള്ള ഒരു തരത്തിലുള്ള ട്യൂൺ തീർച്ചയായിട്ടും രേണുസുധിയുടെ ഭാഗത്തു നിന്നും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നും നമ്മൾ ഇതിൻ്റെ മുന്നേ കേട്ടതാണ്. തീർച്ചയായിട്ടും നമുക്ക് ആദ്യമായിട്ട് കിച്ചുവിൻ്റെ വാക്കൊന്ന് കാണാം. പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം കുറച്ച് എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം. അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് പ്രതീക്ഷിക്കാൻ തന്നെ പോകും. പറയണമെന്നുണ്ട്. അതിനെപ്പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വരെ വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. എന്താണെങ്കിലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അത്രേ പറയുള്ളൂ. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റ് ആയിരുന്നു എൻ്റെ അത്. ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം. ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. കൊല്ലത്തെ വീട്ടാടൊപ്പം നിൽക്കുക. ഞാനൊരു വലിയ റെസ്പോൺസ് കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പം.
മച്ച്. എല്ലാവർക്കും വളരെ നന്ദി. കുറെ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നെ. അതൊക്കെ മതി എനിക്ക്. ആ സപ്പോർട്ടൊക്കെ മതി. ഇങ്ങനെ അമ്മേനെ മാത്രം ഫോക്കസ് ചെയ്യല്ല. എന്റെ മൊത്തം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഞങ്ങളുടെ മെസ്സേജസ് ആണെങ്കിലും എനിക്ക് വരുന്ന കോളാണെങ്കിലും എല്ലാവരും പറയുന്ന കാര്യം ഞാൻ പറഞ്ഞൊരു സംഭവം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. വളരെ നന്ദി എന്നെ മനസ്സിലാക്കിയത്. ഇപ്പൊ ഒരു ദിവസങ്ങളൊക്കെ ഇനി വരാം. പറ്റിയ വരാമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അണിയറയിൽ പ്രശ്നങ്ങളെല്ലാം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. വീഡിയോകളെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ്. അതെല്ലാ വിവരങ്ങളും നമ്മുടെ കിച്ചുവിന് അറിഞ്ഞതുപോലെയാണ് കിച്ചുവിൻ്റെ ഒരു പ്രതികരണം. കാരണം നാളെ ചിലപ്പോൾ ഞാൻ മറ്റൊരു പെണ്ണിനെ എന്തെങ്കിലും റേപ്പ് ചെയ്തു എന്നോ അത്തരത്തിലുള്ള ഏതെങ്കിലും വാർത്തകൾ വന്നാൽ നിങ്ങളാരും ഞെട്ടേണ്ടതില്ല. അതുപോലും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടം ആളുകൾ എൻ്റെ പുറകിൽ നടക്കുന്നുണ്ട് എന്ന് മലയാളി സമൂഹത്തോട് ആദ്യമായിട്ട് ഓടുന്ന പട്ടിക്കൊരു മുയ മുന്നേ എന്ന പോലെ നമ്മുടെ സുധിയുടെ മകനായ കിച്ചു ഇന്ന് വന്ന് മലയാളികളോട് പറയുകയാണ്. എന്താണ് നമ്മളെല്ലാം അതിൽ നിന്ന് ഊഹിച്ചെടുക്കേണ്ടത് എന്ന് തീർച്ചയായിട്ടും ഓരോരുത്തരുടെ ആഗ്രഹത്തിന് വിട്ടിരിക്കുകയാണ് കിച്ചു. എന്താണ് സംഭവം? കാരണം തീർച്ചയായിട്ടും ഇവൻ്റെ പുറകിലായിട്ട് ഒരുപാട് നാളായിട്ട് ഇവൻ്റെ ചോര കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ, രക്തദാഹികളായ ചില യൂട്യൂബർമാർ നടക്കുന്നുണ്ട് എന്ന കാര്യം തീർച്ചയായിട്ടും പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ സംബന്ധിച്ച് രേണു സുധിയെ ചുറ്റിപ്പറ്റി വീഡിയോ ചെയ്യുന്ന ചില യൂട്യൂബർമാർ പറഞ്ഞിരുന്നു. കാരണം കിച്ചുവിൻ്റെ ഒറിജിനൽ കഥ പുറത്തു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വരും. അത്രയ്ക്ക് മോശമാണ് എന്നും കുടിയനാണ് എന്നും അതുപോലെ തന്നെ പെണ്ണുപിടിയനാണ് എന്ന തരത്തിലൊക്കെ ചില വാർത്തകൾ ഇതിൻ്റെ മുന്നേ തന്നെ വന്നതാണ്. അതാണ് കിച്ചു പറയുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഞാൻ ചെയ്തതിന് പിന്നാലെ എനിക്ക് ശത്രുക്കളുടെ എണ്ണം തീർച്ചയായിട്ടും കൂടിയിരിക്കുകയാണ്. ഞാൻ അമ്മയെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല ആ വീഡിയോ ചെയ്തത് എന്ന് കിച്ചു അതിൽ പറയുന്നുണ്ട്. അത് വളരെ സന്തോഷമായ കാര്യമാണ്. കാരണം അവൻ്റെ ലൈഫിൽ സംഭവിച്ച യാതനകൾ, വേദനകൾ അത് ജനങ്ങളുമായിട്ട് പങ്കുവെക്കുക മാത്രമാണ് ആ കുട്ടി ചെയ്തത്. അതിൽ യാതൊരു തെറ്റുമില്ല. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ വേണം. ഇനിയൊരു വീഡിയോ കൂടി കിച്ചു ചെയ്താൽ തീർച്ചയായിട്ടും രേണു സുധി അടക്കമുള്ള ആൾക്കാർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കാൻ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരവസ്ഥ വരും. തീർച്ചയായിട്ടും അതിന് മെനക്കെടരുത് എന്നുള്ളൊരു വാണിംഗ് കൂടിയാണ് നമ്മുടെ കിച്ചുവിൻ്റെ ഈ വീഡിയോ. അത് തീർച്ചയായിട്ടും നല്ല അർത്ഥത്തിൽ എല്ലാവരും മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ രേണു സുധി എന്ന് പറഞ്ഞൊരു ഭീഷണി എൻ്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ നീ എനിക്ക് കുരുപൊട്ടുമെന്ന് വിചാരിച്ച് നമ്മുടെ കിച്ചുവിൻ്റെ ഒപ്പരമുള്ള ആ ഫോട്ടോ പങ്കുവെച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കത് കാണാം. ഇട്ടിട്ട് കുരു പൊട്ടുന്നവര് പൊട്ടട്ടെ എന്ന്. നീ ആരുടെ കൂടെ ഫോട്ടോ ഇട്ടിട്ട് കുരു, ആർക്കെന്ത് കുരു പൊട്ടാനാ? നീ കൊറേ കുറ്റം പറഞ്ഞോണ്ട് നടന്നതല്ലേ? എന്നിട്ട് നീ പോയി ഫോട്ടോ എടുത്ത് ഇത് ആർക്ക് കുരു പൊട്ടാനാ? എനിക്കോ? എനിക്ക് കോപ്പ് പൊട്ടും കുരു. എടി നീയല്ല, നിന്റെ തന്ത വിചാരിച്ചാലും രേണുസുധിയുടെ കുരു പൊട്ടാനില്ല. മനസ്സിലായോ? ഇതൊന്നും എന്നെ ബാധിക്കുന്ന കേസേ അല്ല. നീ എന്ത് വേണേലും കാണിക്കടി മറ്റവളെ ഷെഫീന. അപ്പോൾ ഷെഫീന ബീവിക്കുള്ള ഒരു വെല്ലുവിളി വീണ്ടും ഇന്നലെ ഒരു വെല്ലുവിളി നടത്തിയതാണ്. ഇത് രണ്ടാമത്തെ വെല്ലുവിളിയാണ്. നമ്മുടെ കിച്ചുവിനൊപ്പരമുള്ള ഫോട്ടോ പങ്കുവെച്ചതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് രേണു സുധി പറയുന്നത്. ഇതൊന്നും രേണു സുധിയെ ഒരു ചുക്കും ബാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ബാപ്പായൊക്കെ വിളിക്കുന്നുണ്ട് നമ്മുടെ ഷെഫീന ബീവിയെ. ഷെഫീന ബീവി ചിലപ്പോൾ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കുറച്ച് കടുത്ത് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ രേണു സുധിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ഷെഫീന ബീവി കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ 3 ദിവസങ്ങളായി തുടരെ അവർക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം കിച്ചുവിനെ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോകളെല്ലാം നമ്മൾ കണ്ടതാണ്. ആ ഒരു വൈരാഗ്യവും ആ ഒരു ദേഷ്യവും മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് രേണു സുധി ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. അവർ തമ്മിലുള്ള പ്രശ്നമാണ്. കാരണം തെറി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് യോജിച്ച ഭാഷയല്ല. അത് ഷെഫീന ബീവിക്കായാലും അതുപോലെ തന്നെ രേണു സുധിക്കായാലും നല്ല ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അതിൽ എതിരഭിപ്രായമുണ്ടെങ്കിൽ തിരുത്തുക. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അതിൽ ഷെഫീന ബീവിയോട് നമുക്ക് ചെറിയൊരു എതിരഭിപ്രായമുണ്ട്. കാരണം പറയുന്നത് കുറച്ച് കഠിനമായി പോകുന്നു എന്നേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം 100% സംഭവിച്ചത് തന്നെയാണ്. ഷെഫീനയായാലും മറ്റ് യൂട്യൂബർമാരായാലും പുറത്ത് കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഈ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടതുമായിട്ട് രേണു സുധിക്ക് ഒരു കാര്യം ഇപ്പോൾ പറയാനുണ്ട്. നമുക്കതുകൂടി കേൾക്കാം. ഞാൻ തുടങ്ങി വെച്ചിട്ടുമില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം, സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം മക്കൾക്ക് കൊടുത്ത് എന്താണ് ഇങ്ങനെ പറയുന്നത്, 500 രൂപയോ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നവരുടെ ഇത് ഞാൻ തുടങ്ങി വെച്ചതല്ല. ഞാൻ കൊടുത്തിട്ടില്ലെന്ന് ഷഫീന ബീവി എന്ന് പറയുന്ന തീർത്താത്ത പറഞ്ഞതിൻ്റെ ഉത്തരമാണ്. പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്കത് കാണിക്കേണ്ട അവസ്ഥ വന്നത്. അതും അവസാനം ഷെഫീന ബീവിയുടെ തലക്ക് വെച്ച് കൊടുക്കുകയാണ്. കാരണം ഞാൻ കിച്ചുവിനൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് സ്ക്രീൻഷോട്ട് പുറത്തുവിടാൻ വേണ്ടി ഞാൻ തയ്യാറായത് എന്ന് പറയുകയാണ്. രായ്ക്ക് 40 വട്ടം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും 5ഉം 6ഉം വീഡിയോയും സ്റ്റോറികളും പങ്കുവെക്കുന്ന രേണു സുധി
നമ്മുടെ കിച്ചുവിന് അയച്ചു കൊടുത്ത പൈസയുടെ സ്ക്രീൻഷോട്ട് എന്തുകൊണ്ട് അവരുടെ ചാനലിൽ അവർ അപ്ലോഡ് ചെയ്തില്ല എന്നാണ് എൻ്റെ ഒരു വിനീതമായ ചോദ്യം. നിങ്ങൾ ഇത്രയ്ക്ക് നിഷ്കളങ്കയാണ്, നല്ല വ്യക്തിത്വമാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരു സുഹൃത്തിന് അത് അയച്ചു കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് കിച്ചുവിനെ ചീത്ത പറയിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾക്കുണ്ടായിരുന്നില്ല. നിങ്ങൾ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത്ര പൈസ ഇത്ര തീയതി ഞാൻ എൻ്റെ മകന് കൊടുത്തിട്ടുണ്ട്, അവൻ പറയുന്നത് കള്ളത്തരമാണ് എന്ന് പൊതുമധ്യത്തിൽ വന്നുകൊണ്ട് വളരെ പച്ചക്ക് നിങ്ങൾ പറയണമായിരുന്നു. തീർച്ചയായിട്ടും ജനങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അല്ലാതെ 100 രൂപ അയച്ചു കൊടുത്തുകൊണ്ട് 10 പ്രാവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മറ്റൊരു സ്ത്രീക്ക് കൊടുത്തിട്ട് അവിടെ കൊണ്ട് കിച്ചുവിനെ ചീത്ത പറയിപ്പിച്ച് തീർച്ചയായിട്ടും മലയാളികൾ പൊറുക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ചെയ്ത് അങ്ങേ അറ്റത്തെ ചെറ്റത്തരമാണ്. പിന്നെ നിങ്ങളുടെ അച്ഛൻ മരിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, അതുമായി ബന്ധപ്പെടുത്തി തീർച്ചയായിട്ടും ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടു കാണും. അതിനെക്കുറിച്ച് രേണുസുതി പറയുന്നുണ്ട്, നമുക്കതോടെ കേൾക്കാം. അതുപോലെ എൻ്റെ അപ്പൻ സുധിച്ചേട്ടൻ മരിക്കുമ്പം സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു. ഓപ്പറേഷൻ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം, ആയിട്ട് കിടക്കുകയായിരുന്നു അദ്ദേഹം, മനസ്സിലായല്ലോ. അതുപോലെ ട്യൂബ് ഇട്ട് യൂറിൻ പോലും പോകാതെ ബ്ലഡ് വന്നുകൊണ്ട് അദ്ദേഹം ട്യൂബ് ഇട്ട് കിടന്ന അവസ്ഥയിലായിരുന്നു. സുധിച്ചേട്ടൻ്റെ മരണ ദിവസം പുള്ളി സുധിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി പോലും കാണാനുള്ള ഇത് വന്നില്ല. അതുപോലെ തല കറങ്ങി അദ്ദേഹത്തിന് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. സീരിയസ് ആയിട്ട് കിടന്ന സമയത്തായിരുന്നു സുധിച്ചേട്ടൻ്റെ മരണം. അല്ലാതെ പപ്പ ഈ പൈസ ഒന്നും അടിച്ചു മാറ്റാനൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ സുധി മരിച്ച സമയത്ത് അവരുടെ അച്ഛൻ ഹോസ്പിറ്റലായിരുന്നു, അത് ശരിയായ ഒരു കാര്യമാണ്. പക്ഷേ അതിനുശേഷം നിങ്ങൾ പറഞ്ഞ ഫണ്ട് തട്ടിപ്പിൻ്റെ കാര്യം, അത് കിച്ചു ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവസാന കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ സമയത്ത് 1,80,000 രൂപയുടെ ബില്ലോ മറ്റോ അവൻ്റെ കയ്യിൽ കൊണ്ട കൊടുക്കുകയാണ് ചെയ്തത്. അത് നിങ്ങളുടെ അച്ഛനാണ് കൊണ്ട കൊടുത്തത് എന്ന് വളരെ വ്യക്തമായിട്ട് കിച്ചു പറഞ്ഞതാണ്. അതിനുശേഷം കിച്ചു ആ ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എല്ലാം കൂടി 89,000 രൂപയിൽ അതങ്ങോട്ട് അഡ്ജസ്റ്റ് ആയി എന്നാണ് പറഞ്ഞത്. അതിൽ വേറെ മോശമായിട്ടൊന്നും കിച്ചു ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. കാരണം മരിച്ച ആളുടെ മകൻ നേരിട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും കടകളിൽ നിന്നെല്ലാം തീർച്ചയായിട്ടും ഡിസ്കൗണ്ടുകൾ കിട്ടും. അങ്ങനെ കിട്ടിയ ഡിസ്കൗണ്ടിൻ്റെ പുറത്ത് ബാക്കി 89,000 രൂപയ്ക്ക് എല്ലാ ബില്ലുകളും അടച്ചു കഴിഞ്ഞു. അത് നമ്മുടെ സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടറായ അനൂപ് ജോണാണ്, അദ്ദേഹമാണ് ആ പൈസ കൊടുത്തത് എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് കിച്ചു പറഞ്ഞൊരു കാര്യമാണ്. അതിലൊരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യം ഇനിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ അച്ഛൻ പൈസ വെട്ടിച്ചോ വെട്ടിച്ചില്ലേ എന്നൊന്നും തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ കിച്ചു പറഞ്ഞതാണ്. അല്ലാതെ മോശകരമായിട്ടുള്ള ഒരു വാക്ക് പോലും കിച്ചു ആ വീഡിയോയിൽ ഉപയോഗിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം രേണുസുതി എന്ന് പറയുന്ന ആൾക്ക് ഈ കിച്ചു പറഞ്ഞ വർത്തമാനത്തിന് ശേഷം വന്ന് നിലവിളിച്ച് വീഡിയോ ഇട്ടതല്ലാതെ വേറെ ഒരു ദിവസത്തിൽ പോലും ഒരു സങ്കടമോ ഒരു ഫീലിങ്സോ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഇതും കൂടി എങ്ങനെ കച്ചവടവൽക്കരിക്കാം, ഇതുകൊണ്ട് എങ്ങനെ റീച്ച് ഉണ്ടാക്കാം എന്ന് വീണ്ടും മലയാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് രേണുസുതി. രേണുസുതി കാട്ടിക്കൂടുന്ന കോപ്രായങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ നിൽക്കാനുള്ള ഏക തന്ത്രമാണ്. അതിൽ മലയാളികൾ മൊത്തം നമ്മുടെ കിച്ചു അടക്കമുള്ള ആൾക്കാർ വീണു പോകുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.